ഹായ്. ഞാനിന്ന് പെറുവിലാണുള്ളത്. പെറുവിലെ പരാക്കാസ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇതൊരു മരുഭൂമി പ്രദേശമാണ് ശരിക്കും. എന്താണ്, ഫുള്ള് മണലും ചുറ്റും ഡെസേർട്ട് നിറഞ്ഞിരിക്കുന്നൊരു സ്ഥലം. കാണിച്ചു തരാം അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ. ഞങ്ങൾ ഇവിടെ ഒരു ടെർമിനലുണ്ട്, ക്രൂയിസ് ടെർമിനൽ. അത് ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ട്രാവൽ ചെയ്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ ഷിപ്പ് ഡോക്ക് ചെയ്തേക്കുന്ന കുറച്ച് നല്ല ദൂരമുണ്ട്. ഹാഫ് ആൻ അവർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു അങ്ങോട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊരു ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിലേക്ക് പോകുന്നൊരു ഗ്രൂപ്പിനെ കണ്ടു. അപ്പോൾ അവർ ചോദിച്ചു പോരുന്നുണ്ടോയെന്ന് ചോദിച്ചു. അവിടെ കുറേ പെൻഗ്വിനും സീലും ഒക്കെ ഉണ്ട്. സോ ജസ്റ്റ് അവിടെ ഒന്ന് പോയി കാണാമെന്ന് ഓർത്ത്. ഇതാണ് ഇവിടുത്തെ ടെർമിനൽ ബിൽഡിങ്. ഇത് സാധാരണ ഞങ്ങൾ ഷിപ്പിൽ വരുന്ന പോലെയുള്ളൊരു ടെർമിനൽ ബിൽഡിംഗ് അല്ല. ഇത് ഷിപ്പ് ഞങ്ങൾ ഡോക്ക് ചെയ്തേക്കുന്നത് അവിടെയാണ്, അങ്ങ് ദൂരെ. സോ അവിടുന്ന് ഇങ്ങനെ റൗണ്ട് എടുത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു 30 മിനിറ്റ്സ് ട്രാവലിംഗ്. ഞങ്ങൾ വന്ന വഴിക്കുള്ള കാഴ്ചകൾ ഞാൻ ഷിപ്പിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസ് ഞാനിപ്പോൾ കാണിക്കാം. ഇത് ഞങ്ങളുടെ ഷിപ്പിൻ്റെ മുകളിൽ നിന്നെടുത്ത ഒരു വീഡിയോ ആണ്. മരുഭൂമിയാണ് കേട്ടോ ഈ സ്ഥലം. മണൽ മാത്രമാണ് ചുറ്റും കാണുന്നത്. ഇവിടുന്ന് ഈ കാണുന്ന ബസ്സിലാണ് ഞാൻ ടൗണിലേക്ക് പോകുന്നത്. അധികം സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പോർട്ടാണ്. കുറച്ച് കാർഗോ കണ്ടെയ്നേഴ്സും കുറച്ച് വമ്പൻ ട്രക്കുകളും മാത്രമാണ് ഇവിടെ കിടക്കുന്നത്. ചുറ്റും മണൽ മാത്രം നിറഞ്ഞ ഒരു സ്ഥലം. പോർട്ടിൻ്റെ തൊട്ട് അടുത്ത് തന്നെ അവർ ചെറിയൊരു ഷോപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കുറേയധികം ക്രൂയിസ് ഷിപ്പുകൾ വരുന്നത് കൊണ്ട് ഇവിടെ നല്ല കച്ചവടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി ഈ ഷോപ്പുകളിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കി. ഷിപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഷോപ്പുകളാണ്. പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് സുവനീറുകളാണ്. ഞാനും വാങ്ങി ഒരെണ്ണം, പെറുവിൻ്റെ ഒരു മാഗ്നറ്റ്. വീട്ടിൽ കൊണ്ട് ഒട്ടിച്ച് വെക്കാം. എനിക്കിതിൻ്റെ ഒരു ചെറിയ കളക്ഷൻ ഉണ്ട്. ഇത് ഇവിടുത്തെ ടൗണിലേക്ക് പോയ വഴിക്ക് ഞാൻ ബസ്സിലിരുന്നെടുത്ത കുറച്ച് വീഡിയോസാണ്. ചുറ്റും മരുഭൂമി തന്നെയാണ്. പസഫിക് ഓഷ്യൻ്റെ തീരത്തുള്ള ഒരു സ്ഥലമാണ് ഈ പെറുവിലെ പരാക്കാസ് എന്ന് പറയുന്നത്. കൂടുതലും മത്സ്യബന്ധനമൊക്കെയാണ് ഇവിടുത്തെ ജീവിത മാർഗങ്ങൾ. വേൾഡിലെ ഏറ്റവും ഡ്രൈയസ്റ്റ് ആയിട്ടുള്ള പ്ലേസാണ് ഈ പരാക്കാസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആ ഐലൻഡിലേക്ക് പോകാനുള്ള ടിക്കറ്റാണിത്. ഓൾമോസ്റ്റ് $30 ആയി ഈ ടിക്കറ്റിന്. അവിടെ നല്ല കാഴ്ചകളുണ്ടെന്നൊക്കെയാണ് ഇവിടെ ഞങ്ങളെ ക്യാൻവാസ് ചെയ്ത പുള്ളി പറഞ്ഞത്. പെലിക്കൺസും കുറേ സീലും പെൻഗ്വിനും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം സീസണബിളാണ്. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു ലെക്ക് പോലെ ഇരിക്കും ഇതൊക്കെ. എന്തായാലും പോയി നോക്കാമെന്ന് ഓർക്കുന്നത് ഞങ്ങൾ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി ഉള്ള ക്യൂവിലാണ്. ഞങ്ങൾ ബോട്ടിലോട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയി നോക്കട്ടെ എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. ബോട്ട് ഒരെണ്ണം കൂടെ അവിടെ കിടപ്പുണ്ട്. 2 ബോട്ടുണ്ട് ഇവിടെ. കാരണം അതിലായിരിക്കും ഞങ്ങൾ കയറേണ്ടത്. ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഇവിടെ.
ഞങ്ങളുടെ ബോട്ട് അവിടെ നിന്ന് പതുക്കെ എടുത്തു. ഐലൻഡിലോട്ട് പോയി നോക്കാം അവിടെ എന്താണ് കാഴ്ചകളെന്ന്. ഒരു ഐഡിയ ഇല്ല എന്താ സംഭവം എന്ന്. ആ നിൽക്കുന്ന പുള്ളി എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. അത് ഐലൻഡിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഒന്നും ക്ലിയർ അല്ല അങ്ങോട്ട്. നമുക്ക് അങ്ങ് ദൂരെയായിട്ട് കുറേ ബോട്ടുകളൊക്കെ കാണാം. മിക്കവാറും എനിക്ക് തോന്നുന്നു ഫിഷിംഗ് ബോട്ടുകളൊക്കെയാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ബോട്ട് എന്തായാലും സ്പീഡ് കൂടി തുടങ്ങി. ഞങ്ങളുടെ ബോട്ടിൻ്റെ നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് അത്ര വ്യക്തമായിരിക്കില്ല. ഏകദേശം ഒരു അരമണിക്കൂറോളം ബോട്ടിൽ യാത്ര ചെയ്ത് ഞങ്ങൾ ഒരു ദ്വീപിലെത്തി. ഈ യാത്രയിൽ 2 ഐലൻഡാണ് ഞങ്ങൾ കവർ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് ഇത്, പരക്കാസ് കാൻഡലബ്ര അല്ലെങ്കിൽ എൽ കാൻഡലബ്ര എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. $2500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ചിത്രത്തിൻ്റെ പേരാണ് കാൻഡലബ്ര. മണലിൽ കൊത്തിവെച്ചിട്ടുള്ള ഈ വലിയ രൂപത്തിന് ഏകദേശം ഒരു 180 മീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ ഒരു മെഴുകുതിരി സ്റ്റാൻഡിൻ്റെ ആകൃതിയുമാണ്. അതുകൊണ്ടാണ് ഇതിന് കാൻഡലബ്ര എന്ന പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം BC 200കളിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. പാരക്കാസ് സംസ്കാരത്തിലെ ആളുകളായിരിക്കാം ഇതിൻ്റെ പിന്നിൽ നിന്നാണ് പറയുന്നത്. സമുദ്രതീരത്തെ ഒരു കുന്നിൻ ചെരുവിൽ കൊത്തിവെച്ചിരിക്കുന്ന ഈ രൂപം കടലിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ നിന്ന് പോലും വ്യക്തമായി കാണാൻ സാധിക്കും. കഠിനമായ കാറ്റും മണലും ഉണ്ടെങ്കിൽ പോലും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ രൂപം നശിക്കാതെ ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ്. കടലിൽ നിന്നുള്ള ഉപ്പുകാറ്റും മൂടൽമഞ്ഞും ഈ മണലിനെ ഒട്ടിച്ചു നിർത്താൻ സഹായിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അവിടെ നിന്നും ഞങ്ങളുടെ ബോട്ട് അടുത്ത ദ്വീപിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഇനി ഞങ്ങൾ പോകുന്ന ദ്വീപിന്റെ പേര് ബാലസ്റ്റാസ് എന്നാണ്. ബാലസ്റ്റാസ് ഐലൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതി സ്നേഹികൾക്കും സഞ്ചാരികൾക്കും എല്ലാം ഒരേപോലെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ബാലസ്റ്റാസ് ഐലൻഡ്. പെറുവിലെ ലിറ്റിൽ ഗലപ്പോസ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ഇത്. ഞങ്ങളുടെ ബോട്ട് ഏകദേശം ആ ദ്വീപിന്റെ അടുത്തേക്ക് എത്തി. ആ ദൂരെ കാണുന്നതാണ് ബാലസ്റ്റാസ് ഐലൻഡ്സ്. ഐലൻഡിന്റെ ഒരു സൈഡിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ബോട്ടിലെ ഗൈഡ് പറഞ്ഞത് ഞങ്ങളെ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അവിടെ ഒത്തിരി സീ ലയണും പെലിക്കൺസും പെൻഗിനും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പെറുവിലെ പരക്കാസ് തീരത്തിനടുത്തായി പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പാറക്കോട്ടങ്ങൾ നിറഞ്ഞൊരു ദ്വീപാണിത്. വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടേറെ കടൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണിവിടം.
Can you see it? Don't stand up, don't worry. The captain will do the manual. ഇവിടുത്തെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണ് തണുത്ത ജലത്തിൽ കാണപ്പെടുന്ന ഹാംബോൾട്ട് എന്ന വിഭാഗത്തിൽപ്പെടുന്ന പെൻഗ്വിനുകൾ. ഈ കാണുന്നതാണ് ആ പെൻഗ്വിനുകൾ. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പക്ഷികളാണ് ഈ ദ്വീപുകളിൽ വസിക്കുന്നത്. ഗുവാനെ, കോർമോറന്റ്, പെലിക്കൻ, ബ്ലൂ ഫൂട്ടഡ് ബൂബി എന്നിവയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ ഗൂഗിളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് കേട്ടോ. ആ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയതാണ് ഈ പെൻഗ്വിനുകൾ. നമ്മളെയൊക്കെ കണ്ട് അനങ്ങാതെ നിൽക്കുകയാണ് ആശാന്മാർ. ഹംബോൾട്ട് എന്നാണ് ഈ പെൻഗ്വിനുകളുടെ പേര്. ഇത് സാധാരണ അന്റാർട്ടിക്കയിൽ കാണുന്ന തരത്തിലുള്ള പെൻഗ്വിനുകളല്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. പെറുവിന്റെ സമ്പദ്ഘടനയുമായി ഇവിടുത്തെ ഈ ദ്വീപുകൾക്കും ഇവിടുത്തെ പക്ഷികൾക്കും വളരെ വലിയ പങ്കാണുള്ളത്. കാരണം ഇവിടുത്തെ പക്ഷികളുടെ കാഷ്ടം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ജൈവവളമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓരോ വർഷവും ടൺ കണക്കിന് വളമാണ് ഇവയിൽ നിന്നും ശേഖരിക്കുന്നത്. ഈ ദ്വീപ് ഒരു സംരക്ഷിത മേഖലയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഈ ദ്വീപിൽ ഇറങ്ങാനായിട്ട് അനുവാദമില്ല. ബോട്ട് വഴി മാത്രമേ കാഴ്ചകൾ കാണാൻ സാധിക്കുകയുള്ളൂ. For your life, all their life. I told sadness to get the breath. Todo este arco está formado naturalmente por la erosión del mar y del... Estos pingüinos son muy curiosos. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു ഞങ്ങൾ ചുറ്റും കണ്ടത്. ഈ ഒരു ബോട്ട് യാത്രയിൽ ഞങ്ങൾക്ക് ലഭിച്ച അറിവുകൾ അത് വളരെ വലുതായിരുന്നു. ഒരു പുസ്തകത്തിലും വായിച്ചറിയാൻ സാധിക്കാത്തതിലധികം അറിവുകൾ ഞങ്ങൾ നേരിൽ കണ്ടു മനസ്സിലാക്കി. ഈ കാണുന്നതാണ് പെലിക്കൺസ്. അവൻ സ്വസ്ഥമായിട്ടിരുന്ന് വിശ്രമിക്കുകയാണ്. പാറയുടെ തന്നെ കളറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടുത്തെ പ്രധാനമായ മറ്റൊരു കാഴ്ചയാണ് ഇവിടെ ഈ തകർന്നു നിൽക്കുന്ന ഈ പാലം. പണ്ട് കാലത്ത് ഈ ദ്വീപുകളിൽ നിന്നും ഗുവാനോ പക്ഷികളുടെ കാഷ്ടം ശേഖരിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കപ്പലുകൾ വരുമായിരുന്നു. അപ്പോൾ ആ കപ്പലുകളിൽ ഇത് കയറ്റാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു പിയറായിരുന്നു ഇത്. 2007 പെറുവിലുണ്ടായ ഒരു അതിശക്തമായ ഭൂകമ്പത്തിലാണ് ഈ പാലം തകർന്നു പോയത്. ഈ പാലത്തിൻ്റെ ഒരു ഭാഗം കടലിലേക്ക് വീഴുകയും ബാക്കി ഭാഗം കരയിൽ ഇങ്ങനെ അവശേഷിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ബോട്ട് ഇവിടുത്തെ പ്രധാന കാഴ്ചകളിലൊന്നായ സീ ലയൺസിൻ്റെയൊക്കെ ഒരു ഏരിയയിലേക്ക് എത്തി. ഞങ്ങൾ ഒട്ടേറെ സീ ലയണിനെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു. Also, this rock formation is called the cube. You can see two birds living up here. Esta formación rocosa es conocida como el pico o el beso.
Yeah, all of them are in the front. Mm. The white are the Peruvian goodies that we. Wolf, marine, seawolf. But why? Actually, for their position, the person that these animals did or do when they get resting. The wolf, ഈ കാണുന്നതാണ് സീ ലയൺ. the male is 50 വെള്ളത്തിൽ നിന്നും കയറി വെയിൽ കൊള്ളാൻ കിടക്കുന്നത് കാണില്ല. They can live 25 kilos by day. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തൊട്ടടുത്ത് സീ ലയണിനെ കാണുന്നത്. Fishes, cormorant. This tiger cormorant is extensive. The lake cormorant, we are seeing the red. Here in the Western, I see the normal cormorant. One more and one eye is the most normal. The northern is common in tropical cormorant, and this red-legged cormorant. And here you can see one of them are the mother of them. It's almost like a child. You can see the difference. Yeah, these are mature, and these are juveniles, and these are a child, basically. ഈ കാണുന്നത് ഒരു സീ ലയണിൻ്റെ ഒരു ഫാമിലി ആണെന്നാണ് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പനും അമ്മയും പിന്നെ 2 കുഞ്ഞുങ്ങളുമാണ് അതെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. Like holes over the sand, all of that are nets. The rest of okay, look to the left. We will gonna watch the rock formation of the elephant. Si vemos a la izquierda, see it? The formation like this. One in Nazca, in the National Reserve of San Fernando, and also here in Ballestas Island. Elephant. I don't know if you realize for what? Because they are studying continually. This island belongs to a system. It's very beautiful. Imagine here, 3 months in the ocean, over the ocean. Básicamente ellos estudian todo lo que sucede aquí en la Tierra. Estudian desde las aves, el clima, lo que sucede afuera, dentro del mar. ¿Y cómo esto afecta a la vida ballesta? Pues no, es determinado en el futuro. Preparen sus cámaras. We're going to call it the maternity seashore. സീ ലയൺ എല്ലാം കൂട്ടത്തോടെ കാണപ്പെടുന്ന ഒരു ഏരിയയിലേക്ക് ഞങ്ങളുടെ ബോട്ടെത്തി. ആ ദൂരെ കാണുന്നതെല്ലാം സീ ലയൺ ആണ്. ഈ കാണുന്നത് മുഴുവൻ സീ ലയൺസ് ആണ്. സീ ലയൺസിന്റെ ഒരു കൂട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ. te puede enfrentar. Ajá. Pero si un marino quiere apagarse con el sus hembras, también comienza una disputa. Si el león marino que la puede apagar, entonces se queda con una hembra o por todas. For that reason, it did not belong to do that activity. En el pasado, antiguamente, los leones marinos, a la actualidad también, cuando nacen, tienen una curiosidad.
Una característica es que su pelaje es totalmente negro. Por esa razón, en el siglo XVIII, es decir, en los años 1700, അങ്ങനെ ഞങ്ങൾ ഈ ദ്വീപിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ചു പോവാണ് ഇവിടുന്ന്. ഞങ്ങൾ തിരിച്ച് കരയിലേക്ക് എത്തി. എന്തായാലും thank you very much for the pleasure, for the time, for visiting my country, Peru, Cusco. Also, now you can help me with your life. ഞങ്ങൾ തിരിച്ച് കരയിലേക്ക് എത്തി. എന്തായാലും ഇങ്ങനെ ഇനി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഈ ലോക്കൽ ഏരിയയും കൂടെ ഒന്ന് കറങ്ങി നടന്നിട്ട് തിരിച്ച് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ ഭാഗത്ത് എന്തായാലും കുറേ ഭംഗിയുള്ള കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് അതിലേക്കൊന്ന് പോയി നോക്കാമെന്ന് ഓർത്ത് പോവാണ്. എന്തായാലും ബോട്ടിങ് അത് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഐലൻഡ് വിസിറ്റ് ചെയ്തത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളായിരുന്നു. എന്തായാലും കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. നമ്മുടെ നാട്ടിലെ ഓട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, പക്ഷേ നല്ല കളർഫുള്ളാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. കുറേ ചെറിയ ഷോപ്പുകളും സുവനീർ ഷോപ്പുകളെല്ലാം ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഷിപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. പെറുവിലെ പറാക്കാസിലെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.